എങ്ങനെയായിരുന്നു ഈ ബറാക് ഒബാമയായിട്ടുള്ള മീറ്റിംഗും? യു ആർ ക്വൈറ്റ് പോപ്പുലർ വിത്ത് സ്റ്റുഡൻസ് അല്ലേ? പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ കുറച്ച് പേര് ചെയ്തിട്ട് ഏതാണ്ട് 150ഓളം കുട്ടികൾക്ക്. അതെ ഒരു 500ഓളം കുട്ടികളുണ്ടായിരുന്നു. അത് ഈ ഞാൻ പിന്നെ കോമൺവെൽത്തിൻ്റെ പീരീഡിലാണ് ഈ വർക്ക് നടത്തുന്നത്. അപ്പോൾ അതിന് ഒരുപടി ആൾക്കാർ വരും, പിന്നെ ജോലിക്കാരായിട്ടുള്ള കോമൺ ഇത്. അപ്പം പിന്നെ അത് അധികവും ഒന്നുകിൽ ബീഹാറിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ നിന്നായിരിക്കും, അതല്ലെങ്കിൽ ഇതേപോലുള്ള ബാക്ക്വേർഡ് ഏരിയാസ് ഒറീസയിൽ നിന്നായിരിക്കും. അപ്പോൾ ഇവർക്ക് കുട്ടികളും ഒപ്പം ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് മൈഗ്രൻ്റ് ലേബർ ആയതുകൊണ്ട് ചിലപ്പോൾ 3 മാസം ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യും, പിന്നെ 3 മാസം വേറെ ആയിരിക്കും. ഒരു സ്കൂളിൽ പോകാൻ പിന്നെ പറ്റില്ല. അന്ന് സർവശിക്ഷ അഭിയാൻ എന്ന് പറഞ്ഞ സിസ്റ്റം ഒന്നും വന്നിട്ടുമില്ല. അപ്പോൾ എൻ്റെ വൈഫ് പിന്നെ ഒരു ഭിക്ഷ യാചിക്കാനാണ് പോവുക. അപ്പോൾ എൻ്റെ വൈഫും ഞാനും കൂടി ഒരു പ്രോഗ്രാം വെച്ചു. അല്ല, ഇവർക്ക് സ്കൂള് വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പം മോണിമെൻറ്റിൽ നമുക്ക് പുതുതായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ ചെറിയൊരു ടെൻറ്റ് വെച്ചു, അതിലൊരു അധ്യാപകൻ വെച്ചു. അവർക്ക് പിന്നെ ഭക്ഷണം കൊടുക്കണം, യൂണിഫോം കൊടുക്കണം. യൂണിഫോം കിട്ടിക്കുകയാണെങ്കിൽ പിന്നെ അവർ പുതിയ ആൾക്കാരായിട്ട് അവർക്ക് തോന്നും. പിന്നെ ഭക്ഷണവും പിന്നെ കുറച്ച് മധുരങ്ങൾ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ സ്കൂളിലേക്ക് വരാൻ തുടങ്ങിയ എല്ലാ ആളുകളും. അപ്പം അത് ഒരു നല്ല ഇതായിട്ട് മാറി. അതിലാണ് ഈ പിന്നെ ഇവർ വന്നിട്ടുള്ളത്. പിന്നെ CNN IBN ആൾക്കാർ, അവർ പുതിയ ആർക്കിയോളജിസ്റ്റുകളൊന്നും വർക്കുകളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവരെ മോശം വർക്കുകൾ, അവരെ പിന്നെ മോശത്തരം എന്താ എന്നുള്ളത് നോക്കിയിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ വന്നപ്പോൾ അവർ കണ്ടു ഞങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തതെന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള സാമൂഹ്യ സേവനങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇനി ഇത് അവാർഡ് തന്നത് ഇദ്ദേഹമായിരുന്നു, അമിതാഭ് ബച്ചനായിരുന്നു. അതുകൊണ്ട് അത് വളരെ പോപ്പുലറായി. പിന്നീട് അതിൻ്റെ ശേഷം ഇവർ വന്ന അവസരത്തിൽ അവർക്ക് ഈ കുട്ടികളെ കാണണമെന്ന് പറഞ്ഞു, അമേരിക്കൻ പ്രസിഡൻറ്റും പിന്നെ ഇതും. കാരണം ഇദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഇന്തോനേഷ്യയിലോ മറ്റോ അങ്ങനെയുള്ള പിന്നെ വളരെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ ജീവിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടമായി. അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയായിരുന്നു വെൽക്കം മിസ്സസ് ആൻഡ് മിസ്റ്റർ ഒബാമ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ സ്വീകരിച്ചത്. അത് അദ്ദേഹത്തെ വളരെ ആകർഷിച്ചു ഈ കുട്ടി. അപ്പം ചോദിച്ചു വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു മൈ നെയിം ഈസ് വിശാൽ. അത് 2010-ലായിരുന്നു. 2015 വന്ന അവസരത്തിൽ അപ്പോൾ ഞാൻ റിട്ടയർ ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അവരെന്നെ വിളിച്ചു എംബസി, പിന്നെ പ്രസിഡൻറ്റ് ഈസ് ലുക്കിംഗ് ഫോർ വിശാൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം യു ഹാവ് ടു ട്രേസ് ദം ഔട്ട് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ അവർക്ക് പിന്നെ മൊബൈലില്ല, ഇമെയിലില്ല, അല്ല സംഹൗ യു ഹാവ് ടു ട്രേസ് ദം ഔട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ഫാദർ രാംദാസ് എന്നാണ് ഫാദറെ പേര്. അതിൻ്റെ മൊബൈലിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ബന്ധപ്പെട്ടു. അപ്പോൾ 26-ന് പിന്നെ റിപ്പബ്ലിക് ഡേ പരേഡിനാണ് അദ്ദേഹം വന്നത്. 27-ന് ടാറ്റ ബിർള പോലുള്ള വലിയ ആളുകളെ കാണുന്നതിന് മുമ്പ് ഇദ്ദേഹം മീറ്റ് ചെയ്യുന്നത് ഈ കുട്ടിയെയാണ്. എന്നൊരു കുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഞാൻ ലാസ്റ്റ് ടൈം when I came to this place I was introduced to him and now I am meeting him again. ഇങ്ങനെയുള്ള കുട്ടികളെ ആയിരിക്കണം നമ്മൾ പ്രധാനപ്പെട്ട നമുക്കുള്ള ഇൻസ്പയറിങ് ലീഡേഴ്സായിട്ട് വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നല്ലൊരു ഇതായിരുന്നു. കാരണം അവർക്ക് ഹി ഹാഡ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഇന്ത്യൻ ഉപനിഷത്തുകൾ. ഒബാമ കാരണം ഇവർ ഈ ഒരു ട്രാൻസ്ഡെൻഡൽ ഗ്രൂപ്പ്സ് ഉണ്ട് പിന്നെ അമേരിക്കയിൽ. അവർ പ്രത്യേക മതത്തെ ഒന്നും അംഗീകരിക്കില്ല. ഒരു ഹ്യൂമൻ റിലീജനാണ് അവരുടെ റിലീജന്. അപ്പോൾ അവർ പിന്നെ അത് ഉപനിഷത്തിൽ നിന്ന് ആണ് അവരെ മുഴുവനും ഇത് കിട്ടിയിട്ടുള്ളത്. അത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഉപനിഷത്തുകൾ മുഴുവനും പിന്നെ പേർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ അദ്ദേഹം പിന്നെ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ പിന്നെ ഗ്രേവ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ധാരാഷുക്കുവാണ് അത് മുഴുവനും ട്രാൻസ്ലേറ്റ് ചെയ്ത് 50 ഉപനിഷത്തുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഭംഗി പിന്നെ അക്കിറ്റൽ അയാൾ പറയുന്നത് പിന്നെ ദ ടോപ്പ് സീക്രറ്റ് എന്നാണ്. സിറുൽ അക്ബർ ഏറ്റവും വലിയ സീക്രറ്റ്, എത്ര വലിയൊരു സീക്രറ്റ് ഇന്ത്യയിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സിറുൽ അക്ബർ എന്നാണ് ഉപനിഷത്തിന് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അത് അക്കിറ്റൽ ഡേ പെരൻ എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് ആളുണ്ട്, അയാൾ ലാറ്റിനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ അത് ലാറ്റിൻ അറിയാവുന്ന ആളുകൾ മുഴുവൻ പിടിച്ചു കുലുക്കാൻ തുടങ്ങി. സർവേ ഭവന്തു സുഖിനാം സർവേ സന്തു നിരാമയ ഇങ്ങനെയുള്ള കുറേ ഉണ്ടല്ലോ, വസുദൈവ കുടുംബകം ഇതൊക്കെ. അത് പിന്നീട് ഇവർ ഈ ജർമ്മനിലെ ഇവരെ
ആർത്തർ ഷോപ്പൻഹയർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട്, ഫിലോസഫർ. അദ്ദേഹത്തെ അത് ഇൻഫ്ലുവൻസ് ചെയ്തു. അദ്ദേഹം പിന്നെ അമേരിക്കയിലുള്ള എല്ലാ ഫിലോസഫേഴ്സിനെയും അദ്ദേഹം ഇതാക്കി. അപ്പോൾ ഇവർ പ്രത്യേക റിലിജനിലൊന്നുമില്ല, റിലിജൻ്റെ ആളുകളല്ല. റിലിജൻ ഏതായാലും കുഴപ്പമില്ല, മനുഷ്യൻ നന്നാവണം എന്നുള്ള പിന്നെ നമ്മുടെ തിയറി തന്നെ അംഗീകരിച്ചുകൊണ്ടില്ല ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം. അപ്പം പിന്നെ അദ്ദേഹം വന്നു, ആ കവറൊക്കെ കണ്ടു, ഉള്ള സന്തോഷമായി. ഒരു 10-30ഓളം പിന്നെ ഇവിടെ ഒന്ന് ഒബാമയും പിന്നെ അതേപോലെ ജർമ്മനിയിൽ നിന്നുള്ളൊരു പിന്നെ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു പിന്നെ ഇതൊന്നും ഉപയോഗിക്കാതെ നമ്മൾ പിന്നെ എയർ കണ്ടീഷൻ ഉപയോഗിക്കാതെ നമുക്ക് ക്ലൈമറ്റ് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള. അപ്പം ഫത്തേപൂർ അല്ല, ഇവിടെ ഹുമയൂൺ ടോംബിൽ അവിടെ ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ അതിനൊക്കെ വെള്ളം ധാരാളം വേണ്ടി വരും. ഇതിലൊക്കെ വളരെ താല്പര്യം എടുത്തുകൊണ്ടുള്ള കുറേ ആൾക്കാർ, അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇദ്ദേഹം പിന്നെ സിംഗപ്പൂർ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം ഈ കാര്യത്തിലൊക്കെ വളരെ സയൻറ്റിഫിക്കായിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ജിജ്ഞാസയുള്ള ആൾക്കാരായിരുന്നു.